Hi everyone, this is Abin from Evika. നമ്മുടെ WWDC22 അവസാനത്തെ ഫൈനൽ ലീക്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ആപ്പിൾ റിലേറ്റഡ് ആയ എല്ലാ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും റിയൽ ടൈം ആയിട്ട് ചോദിക്കാം. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പ് മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു WWDC22 നമുക്ക് കാണാൻ പറ്റുന്നത്? Hey Siri, everything you want to know about Apple. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് iOS സ്റ്റാർട്ട് ചെയ്യാം. അതാണല്ലോ മേജറായിട്ടും ആൾക്കാരുടെ കൂടുതലുള്ളതും. അതേപോലെ ആപ്പിൾ പ്രൊഡക്ട്സിൻ്റെ കീ എന്ന് പറയുന്നത് നമ്മൾ iOS 16 പറയുമ്പോൾ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ചേഞ്ചസ് വരും എന്നാണ് പറയുന്നത്. അതിനെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ iPhone 14 Pro സീരീസിൽ മാത്രം നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുമെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് 14 Pro സീരീസിന് മാത്രം അവരൊരു പ്രോ ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല? ഇതൊരു പ്രോ ഫീച്ചറായിട്ട്. ഞാനൊരു ആപ്പിൾ ലവർ ആണെങ്കിൽ പോലും എല്ലാ കാര്യം എല്ലാ പോലെ പറയും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എനിക്കിതൊരു പ്രോ ഫീച്ചറായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നേരെ മറിച്ച് ഇത് 14 സീരീസിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഐ വിൽ ലവ് ഇറ്റ്. കാരണം ഇത് ഒരു ടെക്നിക്കൽ അപ്ഡേറ്റ് ആണ്, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അപ്ഡേറ്റ് ആണ് ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 14 പ്രോയിൽ മാത്രമല്ല 14 എല്ലാ സീരീസിലും. കാരണം നമ്മളെപ്പോലെ എല്ലാ ആൾക്കാരും കുറച്ച് 14 ആയിരിക്കും എടുക്കാൻ പോകുന്നത്. 14 അല്ലെങ്കിൽ 14 മാക്സ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്. 14 പ്രോയോ 14 പ്രോ മാക്സോ എടുക്കുന്ന ആൾക്കാരുണ്ടാകും, പക്ഷേ അത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ അത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുത്തായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ വീഡിയോയിൽ തൊട്ട് താഴ്ത്തുന്ന കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ iOS 16 നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സംബന്ധമായിട്ടുള്ള ലോക്ക് സ്ക്രീനുകളും നമുക്ക് കാണാൻ പറ്റും. കാരണം ആ ഒരു ചേഞ്ചിനനുസരിച്ച്, അല്ലെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ചേഞ്ചിനനുസരിച്ചുള്ള ആ ഒരു മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ iOS 16 അതേപോലെ തന്നെ നമ്മുടെ ആപ്പിൾ മ്യൂസിക് ക്ലാസിക് എന്ന് പറഞ്ഞ ഒരു ആപ്പും വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലല്ല, ഡെഡിക്കേറ്റഡ് ആയ ഒരു ക്ലാസിക് മ്യൂസിക്സിന് വേണ്ടി ഒരു ആപ്പിൾ മ്യൂസിക് ആപ്പ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ അതാണ് രണ്ടും കൂടെ ഒന്നിപ്പിച്ചാൽ പോരെ? എന്തിനാണ് രണ്ടും ഞണ്ടാക്കുന്നത്? എന്തോ ആവട്ടെ, അങ്ങനെ ഒരു ആപ്പും വരുന്നുണ്ട് എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ മാക് OSൻ്റെ പുതിയ ആ ഒരു അപ്ഡേറ്റിൻ്റെ പേരായിരിക്കും മാമത്ത്. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം റീചേഞ്ചുകളൊന്നും വന്നില്ലെങ്കിൽ നമ്മുടെ ആപ്പിളിൻ്റെ ഡിഫോൾട്ടായ ആപ്പുകളില്ലേ, സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ സഫാരി, നമ്മുടെ നോട്ട്സ്, ഈ പറഞ്ഞ ആപ്പുകൾക്കൊക്കെ കുറച്ച് റീഡിസൈനിങ് വരും എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഹാർഡ്വെയർ നോക്കാം. നമ്മുടെ 2019 ഇറങ്ങിയ മാക് പ്രോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു വലിയ പെട്ടി 1999 രൂപയ്ക്ക് മാത്രം 4 വീല് കിട്ടുന്ന മാക് പ്രോ ഓർമ്മയുണ്ടോ? ആ ഒരു സംഭവത്തിൽ ഇപ്പോഴും റൺ ചെയ്യുന്നത് ഇൻ്റലിൻ്റെ ചിപ്സെറ്റാണ്. നമ്മുടെ മാക് ലൈനപ്പിൽ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റും കൂടെയാണ് മാക് പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആപ്പിൾ ഇവൻ്റ് ലാസ്റ്റ് കഴിഞ്ഞ ആപ്പിൾ ഇവൻറ്റിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട്, ഇപ്പോൾ അവരുടെ ആ ഒരു മാക് ലൈനപ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടെ വേണം അവരുടെ ഈ ഒരു ലൈനപ്പ് കംപ്ലീറ്റ് ആവാനെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാക് പ്രോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2019 WWDCയിലാണ് മാക് പ്രോ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേ സെയിം തിയറി അല്ലെങ്കിൽ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മാക് പ്രോ മിക്കവാറും നമ്മുടെ WWDC22 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇൻ്റലിൻ്റെ ചിപ്പ് മാറ്റി നമ്മുടെ മാക്കിൻ്റെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സിലിക്കൺ ചിപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ നിരവധിയായ ലീക്കും റൂമറും ഉണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ M1 Ultra ഇല്ലേ, M1 Ultra ഈ പുതിയതായിട്ട് ഇറങ്ങിയ മാക് സ്റ്റുഡിയോയിൽ വന്ന M1 Ultra രണ്ടെണ്ണം കൂട്ടിച്ചേർത്ത് കമ്പൈൻ ചെയ്ത് ഫ്യൂഷൻ ചെയ്ത് M1 Extreme എന്ന് പറയുന്ന പേരിൽ ഒരു ചിപ്സെറ്റ് ഉണ്ടാവുന്നതാണ് പറഞ്ഞേക്കുന്നത്. തമ്പുരാൻ അറിയാം അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ആപ്പിൾ തന്നെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു M1 ഫാമിലിയിലെ അവസാനത്തെ ചിപ്സെറ്റും ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കാണാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും
M1 എക്സ്ട്രീം ആണോ അല്ലെങ്കിൽ M2 ചിപ്സെറ്റ് ആണോ വരാൻ പോകുന്നത്. അടുത്തത് നമ്മുടെ ജോൺ പ്രോസറും നമ്മുടെ മാർഗനും പറയുന്ന പോലെ തന്നെ മാക്ബുക്കിൻ്റെ എയർ, അത് പല കളറിലുള്ള M2 ചിപ്പ് വെച്ചിട്ടുള്ള മാക്ബുക്ക് എയർ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫാക്റ്റാണ്. നമ്മൾ ഈ പറയുന്ന വലിയ വലിയ ലീക്കേഴ്സ്, അതായത് നമ്മുടെ മാർഗർമനും ജോൺ പ്രോസറിനും പോലെ വലിയ വലിയ ലീക്കേഴ്സും പറയുന്നത് ഈ സംഭവം കാണാൻ 80-90% ആക്യുറേറ്റ് ആയിരിക്കും എന്നാണ്, അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നീട് അവസാനം സങ്കടകരമായ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ AR/VR ഹെഡ്സെറ്റ് ഈ വട്ടവും ഉണ്ടാവില്ല എന്ന് നമുക്ക് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ആപ്പിൾ AR/VR ഹെഡ്സെറ്റ് ഡെവലപ്പ് ചെയ്തല്ല റിലീസ് ചെയ്യാത്തത് നമുക്ക് എല്ലാവർക്കും സംശയമുണ്ട്. കാരണം റിയാലിറ്റി ഓയിസിൻ്റെ പുറകിൽ അവർ കുറേ നാളെ വർക്ക് ചെയ്യുന്നു. നമ്മുടെ മെറ്റാവേഴ്സിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആപ്പിൾ ആ ഒരു കാര്യത്തിലേക്ക് ജമ്പ് ചെയ്തില്ലെങ്കിൽ ആപ്പിൾ ഭയങ്കരമായിട്ട് ബാക്കിലേക്കായി പോകും. ഇപ്പോൾ തന്നെ എല്ലാ കമ്പനികളും മെറ്റാവേഴ്സ് അല്ലെങ്കിൽ AR/VRലേക്ക് ചാടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആപ്പിളും ഇപ്പോൾ തന്നെ ചാടിയില്ലെങ്കിൽ ചിലപ്പോൾ ബാക്കിലേക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് എൻ്റെ പെർസെപ്ഷനാണ്. നമുക്ക് പലർക്കും പല പെർസെപ്ഷനായിരിക്കും. പിന്നീട് നമ്മുടെ ഈ വീഡിയോ ഇറങ്ങിയപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, എന്താണ് ഈ WWDC22 ഹാർഡ്വെയർ കാണാനുള്ള ഉറപ്പ് എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു 80 അല്ലെങ്കിൽ 90% ഉറപ്പ് പറയാനുള്ള ചാൻസ് നമ്മുടെ കോവിഡ് വന്ന് നമ്മുടെ വേൾഡ് പെൻഡമിക്കായി നമുക്ക് ഒരു കാര്യം ചെയ്യാതെ വീട്ടിൽ കുത്തിരിക്കേണ്ട സമയമായിരുന്നു. പക്ഷേ ആ ഒരു പെൻഡമിക് ഇപ്പോഴും നിലവിലുണ്ടാകുമ്പോൾ പോലും നമ്മുടെ ആപ്പിൾ പാർക്കിൽ സ്റ്റീവ് ജോബ്സ് തിയേറ്ററിൽ നമ്മുടെ ഈ ഒരു ഇവൻ്റ് കാണാൻ സെലക്റ്റഡായ കുറേ ഡെവലപ്പേഴ്സ് വരുന്നുണ്ട്. 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ, അതായത് 4 ദിവസത്തെ ഈ ഒരു ഇവൻ്റ് കാണാൻ വേണ്ടി നമ്മുടെ ആപ്പിൾ സെലക്ട് ചെയ്ത ഓരോ ഡെവലപ്പേഴ്സും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സെലക്റ്റഡ് മീഡിയാസും അഥവാ പ്രസ്സുകളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വന്തം കാശ് കൊടുത്ത് ഹോട്ടലിൻ്റെയും ഫുഡിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ ബില്ല് കൊടുത്ത് സ്വന്തമായിട്ടൊരു ഡെവലപ്പർ അവിടെ വന്നിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറ്റി അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സിൻ്റെ തിയേറ്ററിൽ കയറ്റിയിട്ട് ഇതാണ് നമ്മുടെ macOS, ഇതാണ് നമ്മുടെ tvOS, ഇതാണ് നമ്മുടെ iOS, ഇതാണ് നമ്മുടെ watchOS, ഇതാണ് നമ്മുടെ HomePodOS എന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു എല്ലാത്തിൻ്റെയും ഒരു ഇൻട്രഡക്ഷൻ ഒരു സ്ക്രീനിൽ കാണിച്ചിട്ട് ഇത്രയൊക്കെ ഉള്ള ഇറങ്ങിപ്പൊക്കോ എന്ന് ആപ്പിൾ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാവർക്കും തോന്നുന്നത് ഈ ഒരു ഇവൻറ്റിലും ഹാർഡ്വെയർ കാണാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു WWDC22 അടുത്തെത്തി കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ WWDC22 നമുക്ക് റിയലായിട്ട് കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ WWDC22 ലൈവ് റിയാക്ഷൻസ് നമ്മുടെ യൂട്യൂബിലുണ്ടാവും. നമ്മുടെ WWDC22 തുടങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ ലൈവ് പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെയും എന്തായാലും ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യാനുള്ള ഇൻവിറ്റേഷനും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു റിമൈൻഡർ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ WWDC22 അവസാനത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയെന്നും കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ ഉറപ്പായിട്ടും ഷെയർ കൊടുക്കുക. അവർക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാ കൂട്ടാനും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ആപ്പിൾ റിലേറ്റഡ് എല്ലാ കോണ്ടൻറ്റുകളും നിങ്ങളുടെ ഡിവൈസിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും അതോടൊപ്പം നിങ്ങൾ മറന്നു പോവാതെ നമ്മുടെ വീഡിയോ കാണുകയും ചെയ്യും. ആൻഡ് നമ്മുടെ ടെലിഗ്രാം കമ്പനിയിൽ നിങ്ങൾ എപ്പോഴും ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ ജോയിൻ ചെയ്താൽ ആപ്പിൾ റിലേറ്റഡായ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ഉണ്ടോ, ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. ദിസ് ഈസ് Abin Xavier signing from Evika.